കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞു വീണ്ടും. ഇവിടെ ഈ സുഷൻ പ്രൂഫിങ്ങും ഈ പ്രൊബേഷൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രൂഫും. ഹേ ഗൈസ്, ഞാനിന്ന് ഇവിടെ നമ്മുടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ എങ്ങനെയാണ് എക്സാംസ് ഒക്കെ എന്നാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡ് എങ്ങനെയാണ്, എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാംസിനെ പറ്റിയൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് പ്രൊബേഷൻ പീരീഡ് നോക്കാം. വലിയ ഇതായിട്ടൊന്നും ഞാൻ പറയാനുള്ള, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഈ നഴ്സിംഗ് പഠിച്ചെടുക്കാൻ പറ്റുമോ, നമ്മളതിന് യോഗ്യരാണോ എന്ന് നോക്കുന്ന ചെറിയൊരു ടൈം പീരീഡിനെയാണ് പ്രൊബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അത് ചില ഹോസ്പിറ്റലുകാർ നമുക്ക് ഒരു എക്സാം വെക്കും, ചിലർ വെക്കത്തില്ല. അതുപോലെ തന്നെ പ്രൊബേഷൻ പീരീഡിന്റെ സമയത്തിലും ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 6 months ആയിരുന്നു പ്രൊബേഷൻ പീരീഡ്. പക്ഷെ ചില ഹോസ്പിറ്റലിൽ 4 മാസം കഴിയുമ്പോഴത്തേക്കും പ്രൊബേഷൻ പീരീഡും ഉണ്ടാവാം. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഹോസ്പിറ്റലാണ്. ഇനി പ്രൊബേഷൻ പീരീഡിൽ എങ്ങനെയാണ് എക്സാംസ് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പ്രാക്ടിക്കൽ എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചില ഹോസ്പിറ്റലുകാർക്ക് തിയറി എക്സാംസും കാണും, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് തിയറി ഉണ്ടായിരുന്നില്ല, ഓൺലി പ്രാക്ടിക്കൽ. പക്ഷെ പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പേഷ്യൻറ്റിനെ കുളിപ്പിക്കണം. അതുപോലെ തന്നെ ആ പേഷ്യൻസിനുള്ള അസുഖം, നമ്മളിവിടെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് ഇയറിൽ, അതിനൊക്കെ പറ്റി അവസാനം ഒരു ചെറിയൊരു സ്പീക്കിംഗ് ടെസ്റ്റും കൂടെ പോലെയുണ്ട്. കാര്യം നമ്മളോട് ഒരു ചോദ്യം ചോദിക്കും, നമ്മൾ അതിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ എന്നും കൂടെ നോക്കുന്ന ഒരു എക്സാം ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അതിൽ തോറ്റു കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞു വീണ്ടും ഇവിടെ നിന്ന്. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊബേഷൻ പീരീഡിൽ മെയിനായിട്ട് നോക്കിയത് പ്രാക്ടിക്കൽ എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്പീക്കിംഗ് ടെസ്റ്റിന് കുറച്ച് മാർക്ക് പറഞ്ഞാൽ അവർ നമ്മളങ്ങനെ പറഞ്ഞൊന്നും വിടുന്നില്ലായിരുന്നു. പക്ഷെ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് വളരെയധികം അവർ ശ്രദ്ധിക്കും. കാര്യം നമ്മൾ പേഷ്യൻറ്റിന് എന്തെങ്കിലും ദോഷകരമായി ചെയ്യുന്നുണ്ടോ, നമ്മളിപ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ എന്തെങ്കിലും ചെയ്താൽ അവർ നമ്മളെ പറഞ്ഞു വിടും. അങ്ങനെ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് ഒരു കുട്ടിയെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു വിട്ടെന്നും പറഞ്ഞ് പിന്നെ നമുക്ക് എവിടെയും കയറ്റത്തില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മൾക്ക് വേറൊരു ആർബൈറ്റ്സ് കേബറിനെ നോക്കാം. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എനിക്ക് ഹോസ്പിറ്റലാണ് എൻ്റെ ആർബൈറ്റ് കേബർ. പക്ഷെ എനിക്ക് ജോലി തരുന്നത് എൻ്റെ ഹോസ്പിറ്റലുകാരാണ്. അതുപോലെ തന്നെ എൻ്റെ ക്ലാസ്സിൽ ഓൾഡ് ഏജ് ഹോമിൽ നിന്നുള്ള പിള്ളേരുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ആംബുലൻറ്റ് ഫ്ലീഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള പിള്ളേരുണ്ട്. അങ്ങനെ ആർബൈറ്റ് കീപ്പേഴ്സ് പലതരമായിരിക്കും, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇപ്പം എന്നിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടാലും ചിലപ്പോൾ ഞാൻ ഒരു കുറച്ച് നാൾ ഫിനാൻഷ്യലി ചിലപ്പോൾ സ്റ്റേബിൾ ആവാൻ പറ്റത്തില്ലായിരിക്കും. കാര്യം നമുക്ക് സ്റ്റൈഫണ്ട് ഒന്നും കിട്ടത്തില്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ക്ലാസ്സിലും പോകാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് വേറൊരു ആർബൈറ്റ്സ് കേബറിനെ നോക്കാം. അതായത് അടുത്ത വല്ല ഓൾഡ് ഏജ് ഹോമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക. അതുപോലെ തന്നെ അവരോട് ചോദിക്കുക, എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ കിട്ടുന്നവരുണ്ട്. നമുക്ക് അങ്ങനെ ആർബൈറ്റ്സ് കേബറിനെ മാറ്റാനും പറ്റും. പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും. എന്നാലും നമുക്ക് അങ്ങനെ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് ഒന്നും പോകേണ്ട അവസ്ഥ വരുന്നില്ല. നമുക്ക് ഇവിടെ എങ്ങാനും പ്രൊബേഷൻ പീരീഡ് കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് വേറൊരു ആർബൈറ്റ്സ് കേബറിനെ നോക്കിയാൽ മതി. പിന്നെ ചില ഹോസ്പിറ്റലുകാർ നമുക്ക് പ്രൊബേഷൻ പീരീഡ് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു 6 months ടൈമും കൂടെ തരും. അപ്പം നമ്മളൊരു 6 months അല്ലെങ്കിൽ 1 year ബാക്ക് ഇരിക്കേണ്ടി വരും. ഇപ്പം നമ്മൾ 6 മാസമാണ് നമുക്ക് പ്രൊബേഷൻ പീരീഡ് എങ്കിൽ നമുക്ക് ആ പ്രൊബേഷൻ പീരീഡിന് നമ്മൾ പാസ്സായില്ലെങ്കിൽ നമ്മൾ 6 മാസം ഒന്നും കൂടി ഇടും. അപ്പോൾ ഒരു 6 months ലേറ്റ് വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ പറഞ്ഞൊന്നും വിടത്തില്ല. കാരണം നമ്മുടെ വിസ എത്ര നാളുണ്ടോ അത്ര നാളെ നമുക്ക് ജർമ്മനി നിൽക്കാൻ പറ്റും. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ തുടർന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോം അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഹോസ്പിറ്റലുകാർ തന്നെ പറയും ഒരു 6 മാസം ബാക്കിലേക്ക് ഇരുന്നോളാൻ പറയും. അപ്പം അങ്ങനെ ആയിരിക്കും ഇവിടെ പ്രൊബേഷൻ പീരീഡിന്റെ സമയത്തുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഈ പ്രൊബേഷൻ പീരീഡിന്റെ സമയത്തുണ്ടല്ലോ എക്സാം ഓരോ ഹോസ്പിറ്റലുകാർക്കും ഓരോ തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ഓരോ സ്കൂൾസ് കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് പ്രാക്ടിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചില ഹോസ്പിറ്റലുകാർക്ക് തിയറി എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂൺഗ്ലിഷ് എന്ന് പറയും, സ്പീക്കിംഗ് ടെസ്റ്റ് ഉണ്ടാകും. അങ്ങനെ പലതരത്തിലുള്ള എക്സാംസ് ഉള്ള ഹോസ്പിറ്റലുകാരുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തിന് ഞങ്ങൾക്ക് പ്രാക്ടിക്കലും അത് കഴിഞ്ഞുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു മ്യൂൺഗ്ലിഷ് എക്സാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആദ്യത്തെ 6 മാസം വന്നിട്ട് നമുക്ക് എല്ലാം മനസ്സിലാവണം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആ പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. പക്ഷെ അപ്പം നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ എൻ്റെ സ്കൂളിൽ എങ്ങനെയാണ് എക്സാംസ് എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ ജർമ്മനിയിൽ നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ അത്യാവശ്യം എക്സാംസ് ഒക്കെ നല്ല ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും.
ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ സെം എക്സാം ആയിരിക്കും എഴുതുന്നത്. സെം എക്സാം ആയിട്ടുണ്ടാവും കുറേ, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു മെയിൻ എക്സാം ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഓരോ എക്സാംസും നടത്തുന്നത് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫുൾ നഴ്സിംഗിന് എക്സാം എന്നൊന്നും പറഞ്ഞല്ല. ഓരോ സ്റ്റേറ്റ് അനുസരിച്ച് എക്സാംസിന്റെ രീതി മാറാം, ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് മാറാം, ഓരോ സ്കൂൾസ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എക്സാംസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ തന്നെ പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ഇവിടുത്തെ ജർമ്മനിയിലെ എക്സാംസ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം അത് ഡിപ്പെൻഡ്സ് ഓൺ ഹോസ്പിറ്റലാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്കൂളിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയാം. അത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു എക്സാം രീതിയാണ് ഇവിടെ. എൻ്റെ ഫസ്റ്റ് ഇയറിൽ എങ്ങനെയാന്ന് വെച്ചാലുണ്ടല്ലോ, ആകെ ഒരു മെയിൻ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പ്രൊബേഷൻ പീരീഡിന്റെ എക്സാം മാത്രമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു നമുക്ക് ഫസ്റ്റ് ഇയറിൽ അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലായിരിക്കും എന്നോർത്ത് ഞാൻ ഇരിക്കുവാണ്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ക്ലാസ്സിൽ ഓരോ ആഴ്ചയും ഓരോ ക്ലാസ് ടെസ്റ്റ് ഒക്കെ വെച്ച് ഇടും. ആ ക്ലാസ് ടെസ്റ്റിന്റെ മാർക്കെല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് അവസാനം ഒരു ആവറേജ് മാർക്കായിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിലെ സർട്ടിഫിക്കറ്റിൽ വരുന്നതെന്നാണ് എനിക്ക് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് 1 മാസം കഴിഞ്ഞപ്പോൾ എന്തോ ആരോ പറഞ്ഞോ അങ്ങനെ എന്തോ മനസ്സിലായി. കാരണം നമുക്ക് അല്ലാതെ ഒരു തിയറി എക്സാം ഇല്ല. നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ ഒരു തിയറി എക്സാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഈ ക്ലാസ് ടെസ്റ്റ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് ടെസ്റ്റിലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം നമ്മൾ ആ ഒരു ക്ലാസ് ടെസ്റ്റിന് തോറ്റു കഴിഞ്ഞാൽ ആവറേജ് മാർക്ക് എടുക്കുമ്പോൾ ആ ഒരെണ്ണം തോറ്റ കാരണം നമ്മുടെ മാർക്ക് കുറഞ്ഞു പോകും, പിന്നെ അത് സർട്ടിഫിക്കറ്റിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്ലാസ് ടെസ്റ്റ് ആണെങ്കിൽ പോലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ എനിക്കുള്ളത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സ്കൂളിൽ ഫസ്റ്റ് ഇയറിന് അല്ലാതെ ഒരു തിയറി എക്സാം ഉണ്ടോ, അല്ലെങ്കിൽ ഇതേപോലെ ക്ലാസ് ടെസ്റ്റിന്റെ മാർക്ക് ആഡ് ചെയ്തിട്ടാണോ അവസാനം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്നതെന്ന് ആദ്യം തന്നെ ആരുടെകളൊക്കെ ഒന്ന് ചോദിക്കുകയോ അറിയുക ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ഈ ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പഠിക്കേണ്ടൊക്കെ പോകുമല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ ചുമ്മാ ഒരു പരീക്ഷ ഇടുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കും, ചിലപ്പോൾ നമ്മൾ പഠിക്കില്ല. പക്ഷെ അതുപോലെ അല്ല ഇവിടെ. അതുകൊണ്ട് തന്നെ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ ഒരു തിയറി എക്സാംസ് ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പഠിക്കുക. ഇനി ഇവിടെ മാർക്ക് ഇടുന്നത് നമ്മുടെ നാട്ടിലെ പോലെ A+, B+, എ ഗ്രേഡ് അങ്ങനെയൊന്നുമല്ല. ഇവിടെ പറയുന്നത് നോട്ടൺ എന്നാണ്. നോട്ടൺ 1, 2, 3, 4, 5, 6 അങ്ങനെ 6 നോട്ടൺ ഉണ്ട്. അപ്പൊ ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇതെന്തോ ഈ നോട്ടൺ, അത് മനസ്സിലാവുന്നില്ലായിരുന്നു. അപ്പൊ 5 കിട്ടുമ്പോൾ എനിക്ക് 5 ഉണ്ട്, പക്ഷെ നിനക്ക് 2 ഉള്ളൂ അങ്ങനെയൊക്കെ ഓർത്തായിരുന്നു. പക്ഷെ പിന്നല്ലേ മനസ്സിലായത് 5 കിട്ടിയാൽ തോറ്റെന്നാ. 5ഉം 6ഉം കിട്ടുവാണെങ്കിൽ തോറ്റു, 4 കിട്ടിയാൽ ജസ്റ്റ് പാസ്, 3 കിട്ടിയാൽ കുഴപ്പമില്ല, 2 ഗുഡ്, 1 വെരി ഗുഡ്. ഇതാണ് ഇവിടുത്തെ നോട്ടന്റെ സിസ്റ്റം. പക്ഷേ എനിക്ക് ആ സിസ്റ്റം ഇഷ്ടമാണെന്ന് വെച്ചാൽ അത്രക്ക് ഇഷ്ടമില്ല. ഇപ്പൊ നമ്മളുടെ എക്സാം ഒരു 20 മാർക്കിലാണെങ്കിൽ അതിൽ 19 കിട്ടിയാൽ അല്ലെങ്കിൽ 19 കിട്ടിയാൽ നോട്ടൺ 1, പക്ഷെ 18 കിട്ടിയാൽ നമ്മൾ നോട്ടൺ സ്വൈ ആയിപ്പോവും. അത് ചിലപ്പോൾ 0.5 ഡിഫറൻസിലൊക്കെ ആയിരിക്കും മാറുക. അതിപ്പോ ഓരോ എക്സാം ഇടുന്ന ടീച്ചേഴ്സാണ് നോക്കുന്നത് ഏത് മാർക്കിലാണ് 1 കൊടുക്കേണ്ടത്, എത്ര മാർക്കാണെങ്കിലാണ് സ്വൈ, അങ്ങനെ അത് ടീച്ചേഴ്സാണ് നോക്കുന്നത്. അപ്പോ എനിക്കത് അത്രക്ക് ഇഷ്ടമില്ല. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് 20-ൽ 15 മാർക്കെങ്കിലും കിട്ടുമ്പോൾ സന്തോഷമില്ല, നല്ല അടിപൊളി മാർക്കെന്ന്. പക്ഷെ ഇവിടെ ചിലപ്പോൾ 15 കിട്ടുമ്പോൾ ചിലപ്പോൾ നമ്മൾ നോട്ടൺ ഡ്രൈയോ ഫിയറോ ഒക്കെ ആയിപ്പോകും. അപ്പൊ അത്ര നല്ല നോട്ടൺ അല്ല. ഇവിടെ 1ഉം സ്വൈ ആണ് ഏറ്റവും അടിപൊളി നോട്ടൺ. ഡ്രൈയും കുഴപ്പമില്ല. 4 കിട്ടുമ്പോൾ ജസ്റ്റ് പാസ്സായി. അപ്പൊ ആ ഒരു ഇതേ ഉള്ളൂ, ജസ്റ്റ് പാസ്സായേ ഉള്ളൂ എന്നൊരിതാണ്. പക്ഷെ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ എനിക്ക് ആദ്യം 5 കിട്ടിയിട്ടുണ്ട്. കുറെ 2-3 ക്ലാസ് ടെസ്റ്റിനൊക്കെ എനിക്ക് 5ആയിരുന്നു. കാര്യം ചില ക്ലാസ് ടെസ്റ്റ് അനാട്ടമി ഒക്കെ നമുക്ക് കുഴപ്പമില്ല, അല്ലാതെ ഈ കുറെ കോമ്പറ്റൻസ്, സലോട്ടോഗിനീസ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ ടോപ്പിക്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് 5 കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഈ 1ആണ് ഏറ്റവും അടിപൊളി, 5ആണ് തോക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. 1ആണ് ഏറ്റവും നല്ലത്, 1 വെരി ഗുഡ്, പിന്നെ ഗുഡ്, പിന്നെ അങ്ങനെ താഴേക്ക് പോകും. 5, 6 കിട്ടി നമ്മൾ തോറ്റെന്നാണ് അർത്ഥം. പിന്നില്ലേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ ക്ലാസ് ടെസ്റ്റ്, ചില ക്ലാസ് ടെസ്റ്റുകളൊന്നും വളരെ പാടായിട്ട് തോന്നിയിട്ടില്ല. കാര്യം ടീച്ചേഴ്സ് പറയും ഇന്ന് ഇത്രയും പോർഷൻസിനെ വരുള്ളൂ, ആ ഫുൾ പോർഷൻ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ടൺ 9 കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തുള്ള ഓരോ ക്ലാസ് ടെസ്റ്റും എനിക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നാറില്ല. കാരണം നമ്മൾ ഇച്ചിരി ഒരു ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോട്ടൺ 9 സ്വൈ ഒക്കെ സിമ്പിളായിട്ട് മേടിക്കാവുന്നേ ഉള്ളൂ. കാര്യം ഒരു വലിയ പോർഷൻസ് അവർ പഠിക്കാൻ തരുന്നില്ല, ഒരു ചെറിയ ഒരു പാർട്ട് തരും, അത് നമ്മൾ നീറ്റായിട്ട് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പക്ഷെ ചില സമയത്ത് നമ്മളുടെ മടി കാരണം നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ആണ് നമുക്ക് നോട്ടനൊക്കെ കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ കുഴപ്പമില്ല.
പക്ഷേ ഇവിടെ അല്ലാതെ വേറെ എക്സാംസും വരുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഇയറിലെ സ്വിഷൻ പ്രൂഫിംഗ് എന്നും പറഞ്ഞുള്ള ഒരു എക്സാം. പക്ഷെ ഇതെനിക്ക് അറിയത്തില്ല ഇതെല്ലാ ഹോസ്പിറ്റലുകാർക്കും ഉണ്ടോ എന്ന്. പക്ഷേ ഈ സ്വിഷൻ പ്രൂഫിങ്ങും ഈ പ്രൊബേഷൻ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഈ സ്വിഷൻ പ്രൂഫിങ്? ഇത് എല്ലാ ഹോസ്പിറ്റലിലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല, അതിപ്പോൾ ഓരോ ഹോസ്പിറ്റലും ഷൂളൊക്കെ ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഉള്ളവർക്ക് കേട്ടിട്ട് ഇങ്ങനെ സ്വിഷൻ പ്രൂഫിങ് ഉണ്ട് എന്ന് കേൾക്കുന്നവരാണെങ്കിൽ ഓർക്കുക, ഇതേപോലെ പ്രൊബേഷൻ പീരീഡ് പോലത്തെ ഒരു വേറെ എക്സാം ആണ് സ്വിഷൻ പ്രൂഫിങ്. പക്ഷേ ഇതിൽ എനിക്കുണ്ടായിരുന്നത് തിയറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവര് ഇതിലും മെയിൻ ആയിട്ട് നോക്കിയത് പ്രാക്ടിക്കൽ എക്സാം ആണ്. അതിന് പാസ്സായാൽ കുഴപ്പമില്ല, തിയറിക്ക് ഫെയിൽ ആയാലും കുഴപ്പമില്ല. പക്ഷെ പ്രാക്ടിക്കൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ല, പറഞ്ഞു വിടത്തില്ലായിരിക്കും, ചിലപ്പോൾ ഒരു വാണിംഗ് മാത്രമേ തരത്തുള്ളൂ. കാര്യം ആരും അങ്ങനെ ഫെയിൽ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയില്ല, എനിക്ക് നമ്മൾ പറഞ്ഞു വിടത്തില്ല. പക്ഷെ നമുക്ക് നമ്മൾ എവിടെ എത്തി, നമ്മൾ ഓക്കെ, അപ്പൊ നമ്മളുടെ ലെവൽ ഇതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സാമാണ് ഈ സ്വിഷൻ പ്രൂഫിങ്. പക്ഷേ നമ്മളുടെ പ്രാക്ടിക്കൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഞാൻ പറയും നമ്മളുടെ ഒരു ലക്കാണെന്ന് പറയും. കാര്യം ചിലപ്പോൾ കിട്ടുന്ന പേഷ്യൻസ് വളരെ കൊള്ളാത്ത പേഷ്യൻസ് ആണെങ്കിൽ നമ്മളുടെ അന്നത്തെ എക്സാം ഫുള്ള് കൊളാകും. നമ്മൾ അത്രയും അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നിൽക്കണം നമ്മൾ, എന്നാൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. പക്ഷേ പേഷ്യൻസ് കുറച്ച് നല്ലത് കിട്ടുവാണെങ്കിൽ അത്യാവശ്യം നമ്മൾക്ക് കുറച്ചെങ്കിലും സ്മൂത്തായിട്ട് പ്രാക്ടിക്കൽ എക്സാം കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഒരു പ്രാക്ടിക്കലിന് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ഓർത്തത് നിങ്ങളുടെ കുഴപ്പം മാത്രമല്ലായിരിക്കാം. മേ ബി ആ പേഷ്യൻസ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങോട്ട് ആയിരിക്കാം. കാര്യം ചില പേഷ്യൻസ് നമ്മൾ പറയുന്നതിനെക്കാട്ടും മുന്നേ തന്നെ സ്വന്തമായിട്ട് എല്ലാം ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കാം നമുക്ക് പ്രാക്ടിക്കൽ എക്സാം ചിലപ്പോൾ നമുക്ക് ഫെയിൽ ആവേണ്ട വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഫെയിൽ ആയെന്നും പറഞ്ഞ് അത് ഞാനപ്പോൾ അതിന് പറ്റത്തില്ലേ അങ്ങനെ നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ അത് പേഷ്യൻസിൻ്റെ ഇത് കാരണം മാത്രമായിരിക്കും. ചിലപ്പോൾ അടുത്ത എക്സാമിന് ചിലപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എക്സാം പാസ്സാവാൻ പറ്റുമായിരിക്കും. അപ്പോൾ സ്വിഷൻ പ്രൂഫിങ് പറഞ്ഞു തന്നത് ഇതാണ്. ഞാൻ പറഞ്ഞ വേറെ കഥയിലേക്ക് പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ കഥയിലോട്ട് പോയി. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സ്വിഷൻ പ്രൂഫിങ് ആണ്. അപ്പോൾ സ്വിഷൻ പ്രൂഫിങ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, പ്രൊബേഷൻ പോലെ ഒരു എക്സാം. ഇനി മെയിനായിട്ട് വരുന്നതാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രൂഫിങ്. അബ്സല്യൂട്ട്സ് പേടിക്കാനുണ്ടോ എന്ന് വെച്ചാൽ നല്ല പോലെ പേടിക്കാനുണ്ട്. കാര്യം നമുക്കൊരു ഫസ്റ്റ് ഇയർ തുടങ്ങി തേർഡ് ഇയർ വരെയുള്ള ഫുൾ പോർഷൻസ് നമ്മൾ ഇരുന്ന് പഠിക്കണം. അതിപ്പോൾ ഒരു മാസം മുന്നേ തുടങ്ങിയാൽ ഒന്നും തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അബ്സല്യൂട്ട് പ്രൂഫിങ് എന്ന് പറയുന്നത് അത്യാവശ്യം സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയെന്ന് ചോദിച്ചാൽ പഠിച്ചു തുടങ്ങി എനിക്കറിയില്ല എന്ന് പഠിച്ചു തുടങ്ങുന്നു. പക്ഷെ പഠിച്ചു തുടങ്ങണം. ഒരു 5-6 മാസം അല്ലെങ്കിൽ 4 മാസം മുന്നെങ്കിലും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എക്സാം ജയിക്കില്ലായിരിക്കാം. അയ്യോ, ടെൻഷനായി. അപ്പോൾ അബ്സല്യൂട്ട് പ്രൂഫിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സ്റ്റേറ്റ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ മാറുന്ന ഡിഫറെൻറ്റ് രീതിയിൽ. പക്ഷെ എന്നാലും എല്ലാവർക്കും ഈ എക്സാംസ് എല്ലാം കാണും. അബ്സല്യൂട്ട്സിൽ വരുന്നത് 3 തരം തിയറി എക്സാംസും ഒരു മ്യൂൺലിഷയും ഒരു പ്രാക്ടിക്കലും, ഇങ്ങനെ 5 എക്സാമാണ് ഉണ്ടാവുക. അത് ഞങ്ങൾക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറെൻറ്റ് രീതിയിലുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ സ്റ്റേറ്റിൽ ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് തുരിങ്കിനാണ്. അപ്പോൾ തുരിങ്കിലുള്ള എല്ലാവർക്കും ഈ ഒരു മോഡലിലായിരിക്കാം എക്സാം എന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മളുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ മറ്റുള്ളവർക്ക് ഇങ്ങനെയാണെന്നും നമുക്ക് ഇങ്ങനെയാണെന്നും. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഇങ്ങനെയാണ് സംഭവം. എന്തായാലും അവസാനത്തെ എക്സാം ആകുമ്പോൾ നമുക്ക് പ്രാക്ടീഷൻ കാണും, മ്യൂൺലിഷും കാണും, തിയറി കാണും. അപ്പോൾ ഈ 3 എക്സാമും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ എത്ര തിയറി എക്സാം ഉണ്ട്, എങ്ങനെയാണ് പ്രാക്ടിക്കൽ എന്നുള്ളതൊക്കെ മാത്രം കുറച്ച് ഡിഫറൻസ് വരത്തുള്ളൂ. അല്ലാതെ മെയിനായിട്ട് ഈ 3 എക്സാംസും എന്തായാലും കാണും. സത്യം പറഞ്ഞാൽ ഈ അബ്സല്യൂട്ട് പ്രൂഫ് എന്ന് കേൾക്കുമ്പോൾ നല്ല ടെൻഷൻ വരും. നമ്മളൊരു സ്ട്രെസ്സിലേക്ക് പോകുന്ന ടൈമും കൂടെയാണത്. കാര്യം തിയറി പാസ്സായാൽ മാത്രം പോരാ, അതുപോലെ തന്നെ എന്താണ് മ്യൂൺലിഷേ വരുന്നുണ്ട്. അത് സ്പീക്കിംഗ്, ചിലപ്പോൾ 2-3 ടീച്ചേഴ്സ് ഇരിക്കുമായിരിക്കും, നമ്മളോട് കുറേ കാര്യം ചോദിക്കും, നമുക്കൊരു സിറ്റുവേഷൻ തരും, അസുഖങ്ങളെ പറ്റി ചോദിക്കും, എല്ലാം ചോദിക്കും. അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്രാക്ടിക്കൽ എക്സാം. നമ്മൾക്ക് ഒരു പേഷ്യൻസ് ആയിരിക്കില്ല, ചിലപ്പോൾ 2 പേഷ്യൻസ് ഉണ്ടാവും കുളിപ്പിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത്ര നാൾ നമ്മൾ പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് കുളിപ്പിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷെ ഇപ്പം ഇനി തേർഡ് ഇയർ ആകുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഒരു നഴ്സിനെ പോലെ എല്ലാം ചെയ്യണം. ഡോക്യുമെന്റേഷൻ, പേഷ്യൻസിനെ കുളിപ്പിക്കണം, മെഡിസിൻ, ചിലപ്പോൾ ബ്ലഡ് എടുക്കാനുണ്ടെങ്കിൽ ബ്ലഡ് എടുക്കുക, അതുപോലെ തന്നെ വുണ്ട് എന്ന് വെച്ചാൽ മുറിവുകളൊക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത്. അപ്പോൾ അത് ഓരോ പേഷ്യൻസിന് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. മെഡിസിൻ കൊടുക്കുക, ചിലപ്പോൾ ഇൻസുലിൻ എടുക്കാനായിരിക്കും, അങ്ങനെ ചിലപ്പോൾ ഇപ്പം നമ്മളൊരു നേഴ്സാണെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കും ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതായിരിക്കും പ്രാക്ടിക്കൽ എക്സാമിന് വരിക. അത് കഴിഞ്ഞിട്ടോ പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞും ഒരു നമ്മൾക്ക് ചോദ്യം ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതാണ് ഏറ്റവും പാട്. ആ പേഷ്യൻസിൻ്റെ അസുഖങ്ങളെ പറ്റി ചോദിക്കുന്നു, നമ്മളത് എങ്ങനെ ചെയ്യുന്നു, അങ്ങനെ ഒരു 100 ചോദ്യം നമുക്ക് അപ്പോഴും വരും. അപ്പം ഏറ്റവും പാടായിട്ടുള്ള എക്സാമാണ് നമ്മുടെ അബ്സല്യൂട്ട് പ്രൂഫിങ്.
അതിപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ തിയറി എളുപ്പമായിരിക്കാം, ചിലവർക്ക് പ്രാക്ടിക്കൽ എളുപ്പമായിരിക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ആണ്. നമ്മളെങ്ങനെ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പേഷ്യൻസിൻ്റെ സിറ്റുവേഷൻ, അന്നത്തെ ഡേ, അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ എക്സാമിൻ്റെ ഇത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അപ്ഷലൂസൊക്കെ ആകുമ്പോഴത്തേക്കും നേരത്തെ പഠിച്ചു തുടങ്ങുക, നോട്ട്സൊക്കെ കറക്റ്റായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങി തേർഡ് ഇയർ വരെ പഠിക്കുന്ന A to Z കാര്യങ്ങൾ ചിലപ്പോൾ എക്സാമിന് വരുന്നേക്കാം. അപ്പോൾ അതനുസരിച്ച് നോക്കുക. എന്തെങ്കിലും അനാട്ടമി പഠിക്കാൻ നോക്കുക. അനാട്ടമിയൊക്കെ ഏതൊരു ഒരു പടമൊക്കെ വരുമായിരിക്കും അപ്ഷലൂസിന് എക്സാമിന്. അപ്പോൾ അനാട്ടമി എല്ലാം പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഞാൻ എൻ്റെ അപ്ഷലൂസ് പ്രൂഫും കഴിഞ്ഞ് ജയിച്ചാൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത എക്സാമിന് ഒന്നും കൂടെ പഠിക്കേണ്ട ഒരിത് വരുമല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് സമയമില്ലായിരിക്കും. പക്ഷെ ജയിക്കുവാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഷലൂസ് പ്രൂഫിൻ്റെ കാര്യം പറഞ്ഞു ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷെ കുറച്ച് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ തിയറിയും അതുപോലെ ഇംഗ്ലീഷും നമ്മൾ ഒരു പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്കൊരു 3 months എന്താ കഴിഞ്ഞ് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാം. അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെയും ബാക്കപ്പ് ഇരുന്ന് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇതുണ്ട്, നമുക്ക് ഹെൽപ്പർ ആവാം. എന്ന് വെച്ചാൽ നേഴ്സിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഒരു എക്സാം എഴുതി അത് പാസ്സാക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് നേഴ്സ് തന്നെ ആവണമെങ്കിൽ നിങ്ങളത് ഫെയിൽ ആയി കഴിഞ്ഞാൽ 3 പ്രാവശ്യം പുറകിലേക്ക് ഇരിക്കേണ്ടി വരും. പക്ഷേ അല്ലാതെ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നേഴ്സ് അസിസ്റ്റൻറ്റ്, അത് ഹെൽപ്പർ എന്ന് പറയും, ഫ്ലീഗ് ഹെൽപ്പറിൻ്റെ എക്സാം എഴുതി കിട്ടുവാണെങ്കിൽ നമുക്കങ്ങനെ ഫ്ലീഗ് ഹെൽപ്പറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇത്രയും 3 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഫ്ലീഗ് ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഇച്ചിരി ഇതാണ്. അപ്പോൾ സെക്കൻഡ് എക്സാമിനെങ്കിലും നമ്മൾ പാസ്സാവാൻ നോക്കണം. പിന്നെ പക്ഷെ എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ട് ഒന്നും കൂടെ ബാക്ക് ഇരിക്കേണ്ട വരും എന്ന്. പിന്നെ എനിക്കറിയില്ല, അതും ഓരോ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ആണ്. ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇനി എന്തായാലും ഒന്നും കൂടെ പഠിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു 6 മാസം നീട്ടും. എന്ന് വെച്ചാൽ നമ്മൾ 6 മാസം കൂടെ എക്സ്ട്രാ പഠിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ എക്സാം എഴുതാനിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അതൊക്കെ ഓരോ ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പം ഞങ്ങളുടെ അവിടെ എനിക്ക് തോന്നുന്നത് പ്രാക്ടിക്കൽ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു 6 months ഫെർലാങ്ങും ചെയ്യണം. എന്ന് വെച്ചാൽ 6 മാസം നമ്മൾ കഴിഞ്ഞ് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ ഈ ഫുൾ നഴ്സിംഗ് ആദ്യം തുടങ്ങി പഠിക്കണം. ഇപ്പോൾ അങ്ങനെ പഠിക്കുന്ന കുട്ടിയുണ്ട് എൻ്റെ ക്ലാസ്സിൽ. അവർക്ക് എന്തോ സ്പീക്കിങ്ങിന് എന്തോ കിട്ടാഞ്ഞിട്ട് ആ കൊച്ചിപ്പോൾ ഒന്നും കൂടെ പഠിക്കുവാണ്. അങ്ങനെ നമുക്കിവിടെ അങ്ങനെ വേണമെങ്കിൽ പഠിക്കാം. അതിൽ നമ്മൾ ആരും ഇങ്ങനെ പുച്ഛത്തോടൊന്നും നോക്കത്തൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലിപ്പോൾ തോറ്റു അങ്ങനെ ഇരിക്കുവാന്നൊക്കെ നമ്മൾ നോക്കുമായിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഏത് ജോലിക്കും, അതിപ്പോൾ ഫ്ലീഗ് ഹെൽപ്പർ ആയിക്കോട്ടെ, നേഴ്സ് അസിസ്റ്റൻ്റ് ആണ് അതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നവരായിക്കോട്ടെ, ഇവിടെ ഏത് ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇവര്. അല്ലാതെ ഞാൻ ഈ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വലിയ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കണം, അങ്ങനെയൊന്നും എനിക്കിവിടെ ഫീൽ ചെയ്തിട്ടില്ല. സോ എന്ന് വെച്ച് നിങ്ങൾ പരീക്ഷ തോറ്റിട്ട് പോയി ഫ്ലീഗ് ഹെൽപ്പർ ആവാനല്ല ഞാൻ പറയുന്നത്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള എക്സാംസിനൊക്കെ പറ്റിയും ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഇത് ഡിപ്പെൻഡ്സ് ഓൺ ഷൂളയാണ്. ഓരോ ഷൂളിലും കുറച്ച് ഡിഫറൻസസ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഷൂളിൽ തന്നെ മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക എങ്ങനെയാണ് എക്സാമും കാര്യങ്ങളും ഒക്കെ, എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ച് പാസ്സാവുക ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ